ഹലോ ഫ്രണ്ട്സ്, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ തോട്ടത്തിലെ വിശേഷങ്ങളാണ്. കുറച്ച് ദിവസമായി തോട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് നനയ്ക്കാനുള്ള സമയമൊക്കെ ആയല്ലോ. അപ്പോൾ പിന്നെ നനയ്ക്കാമെന്ന് വെച്ചു. ഓസ് ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നതൊക്കെ. പണ്ടൊക്കെ പറമ്പിൽ നല്ല കൈക്കോട്ട് കൊണ്ട് ചാലൊക്കെ കീറി തടൊക്കെ വെട്ടിയിട്ടായിരുന്നു നനയ്ക്കൽ. പക്ഷേ എനിക്കങ്ങനെ അറിയില്ല. ഞാൻ ഒരുപാട് നോക്കിയിട്ട് അങ്ങനെ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. കൈക്കോട്ട് കൊണ്ട് കാലുമ്മ കുറേ മുറിയായി എന്നല്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഇതന്നെ ആശ്രയം. ഇതാകുമ്പോൾ ഈ പൈപ്പും പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ കഴുങ്ങിൻ്റെ കടക്കിലും നനയ്ക്കാം. പക്ഷേ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് നല്ല ഭാരമുള്ള പണിയാണ്. കാരണം ഈ വെള്ളം നനഞ്ഞ ഓസാകുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും, പരമാവധി നല്ല വെയിറ്റ് ആവും. അതും പിടിച്ചുകൊണ്ട് പറമ്പ് മൊത്തം നടക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൻ്റെ നല്ല വേദനയാവും കയ്യിനൊക്കെ. ഇത് ഞങ്ങൾ പാപ്പനാട്ടോ. പാപ്പൻ്റെ പറമ്പിൽ തിരിക്കാനുള്ള ശ്രമത്തിലാണ്. ആളിത് പണ്ടത്തെ പോലെ തന്നെ നല്ല തടമൊക്കെ വെട്ടി ചാലൊക്കെ കയറിയിട്ട് തിരിക്കാനുള്ള ശ്രമത്തിലാണ്. പറമ്പിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഓരോരോ പണികളായിട്ടുണ്ടാവും. നിലത്ത് വീണ് കിടക്കുന്ന തേങ്ങയും അടക്കയും ഒക്കെ പറക്കാനുണ്ടാവും. പിന്നെ ഇതാ കുറേ വിറകൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, ഓലമടലൊക്കെ. അതെല്ലാം വെട്ടി ഒതുക്കാനും. പൊതുവേ നമ്മൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പണികൾ അത്യാവശ്യം പണികളുണ്ടാവുമല്ലോ പറമ്പിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ. മഴക്കാലം ആകുമ്പോഴത്തേന് നമുക്ക് വിറക് എടുത്തേക്കാനും അങ്ങനെ ഓരോ പണികളായിട്ടൊക്കെ. ഇപ്പോൾ ഇതാ കുറച്ച് ഓലമടലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൊത്തി വെച്ച്. പിന്നെ ഇതാ കുറച്ച് കുരുമുളകൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുരുമുളകൊന്നും അങ്ങനെ പൊട്ടിക്കാൻ കിട്ടിയില്ല കേട്ടോ, കാരണം നല്ല ഉയരത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഏണിയൊക്കെ വെച്ചിട്ട് വേണം കയറണമെങ്കിൽ. കിട്ടുന്നതൊക്കെ പൊട്ടിച്ചു. പിന്നെ ഇതാ കുറച്ച് ഓമക്കായൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും പറമ്പിലേക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്കുള്ളതുമായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് അയയ്ക്കുക.